ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കും എന്റെ ഭാര്യയ്ക്ക് വരില്ലാത്ത ഈ വീട്ടില് ഞങ്ങളിൽ നിൽക്കുന്നില്ല. കൊച്ചിനെ എടുത്തോണ്ട് വാടി മോനെ. ആ ശരി ശരി നോക്കാം. ആ ഓക്കെ. അച്ഛനാണോ വിളിച്ചത്? ആ അച്ഛനാ. ഇത്തവണ വിവാഹർഷത്തിന് നമ്മൾ എന്തായാലും ചെല്ലണമെന്നാ പറയുന്നത്. 3 കൊല്ലായില്ലേ, എത്തവണെങ്കിലും നമുക്ക് പോവാം. നീ കഴിഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ഇനിയും പോയിട്ട് അവിടെ ചെന്ന് നാണം കിടന്നോ? ചേട്ടന്റെ കാര്യം പോട്ടെ, നിങ്ങൾക്ക് നിങ്ങൾ അച്ഛനെയും അമ്മേനെയും വേണ്ടേ? മക്കളെ, നിങ്ങൾ പോകണം. ആ അച്ഛനും അമ്മയും നീ നിങ്ങൾ വേദനിപ്പിക്കരുത്. അവർക്കും ഉണ്ടാവൂലേ അവരെ പേരക്കുട്ടീനും മോനൊക്കെ ഒന്ന് കാണണമെന്ന്? അവരെ എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ല. ആ ശരി, നമുക്ക് പോവാം. ഡാ, അവിടെ ചെന്നാൽ നിന്റെ അപ്പൂപ്പനും അച്ഛമ്മയും അല്ലാണ്ട് വേറെ പലരെയും കാണും. അവരോടൊന്നും വലിയ സംസാരമൊന്നും വേണ്ട. ശേ, ഇങ്ങനത്തെ കാര്യമാണോ മോനോട് പറഞ്ഞു കൊടുക്കുന്നേ? മോനെ, അവിടെ ഉള്ളത് മോന്റെ വലിയച്ഛനും വലിയമ്മയാ. മോനോട് ഇങ്ങോട്ട് വേണ്ടിയില്ലെങ്കിൽ മോൻ അങ്ങോട്ട് വേണ്ടിക്കൊണ്ടിട്ടോ. ആ മക്കളെ. അപ്പൂപ്പാ എവിടെയെന്ന് വിളി? മോനെ, മോൻ സുഖാണോ? സന്തോഷായില്ലേ? മോനെ, അവരൊക്കെ താഴോട്ട് വന്നിട്ടുണ്ടടാ. നീ ഒന്ന് താഴോട്ട് വാ. അമ്മ പോയിക്കോ, ഞാൻ വന്നു. വേഗം വരണേ. ആ ചേട്ടാ, എന്താ കാണുന്നുണ്ടായിരുന്നേ? നല്ലൊരു അവസരം എത്തി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ചാൻസ്. കോഴിക്കോടിൽ നമ്മളെ ബ്രാഞ്ചാണ് തുടങ്ങുന്നത്. അപ്പം മാനേജറിനോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, കൊള്ളാലോ. ഒരു 60 ലക്ഷം രൂപയാണ് ബഡ്ജറ്റുള്ളത്. പക്ഷെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങൂല. നീയും കൂടെ ഒന്ന് നിൽക്കുമോ? ഒരു 40 ലക്ഷം റുപ്യ ഞാൻ ഒപ്പിക്കാം. ഒരു 20 ലക്ഷം റുപ്യ നീ ഒപ്പിക്കൂലേ? അതിലെന്താ, 20 ലക്ഷം അല്ലേ? അത് ഞാൻ ഏറ്റോളാം. നീ തിരക്ക് കൂട്ടി പറയണ്ട. നീ ഷീബനോടും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അത് ആലോചിക്കുമല്ലോ ചേട്ടാ, അത് ഞാൻ ഒപ്പിക്കാം, കുഴപ്പമില്ല. ഇന്ന് ഞാൻ അവരോട് പറയട്ടെ? ഓക്കെ, ചേട്ടൻ ധൈര്യമായിട്ട് അഡ്വാൻസ് കൊടുത്തോ. ഒന്നവിടെ നിന്നേ. എന്താ നിന്റെ തീരുമാനം? പൈസ ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ മറ്റന്നാൾ രജിസ്ട്രേഷൻ. ചേട്ടാ, അതെനിക്ക് വിചാരിച്ച പോലെ പൈസ ഒപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റൂലെന്നോ? ഷോറൂമിന്റെ പണി തുടങ്ങിയിട്ട് മാസങ്ങളായി. അഡ്വാൻസ് കൊടുത്ത പണം വേറെ. ഒരു 10,000 വട്ടം എന്നോട് ഞാൻ ചോദിച്ചതാ, പറ്റുമോന്ന്. ലാസ്റ്റ് ചത്തട്ടം കാണിക്കായിരുന്നു. ചേട്ടാ, അതെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ചേട്ടൻ വേറെ ആളെ നോക്കിക്കോ. എടാ വിമല, അവസാന ഘട്ടത്തിൽ നീ ഒക്കെ മാറിയരുത്. എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല. ചേട്ടാ, വെറുതെ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ. മാറി നിൽക്കട്ടെ, ഇവിടെ ആണുങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇങ്ങോട്ട് മതി, അങ്ങോട്ട് വേണ്ട. വാക്കിന് വല്ലല്ലാതെ മാറി. നീ എന്നെ കൈ ചൂണ്ടി സംസാരിക്കണോ? കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. ഞാൻ വാങ്ങിക്കോളാം. ഇവനും കൂടി വിളിച്ചോ? ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അല്ല, ഇന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. എങ്ങോട്ടാ നാളെ നിൽക്കുന്ന കേട്ടില്ല? ഞാൻ ഫോൺ ചെയ്ത് നിൽക്കുന്ന കണ്ടില്ല? ഇവൻ ഒരു മാറ്റമില്ലല്ലോ. ചേഞ്ച് ഉണ്ടായിരുന്നു. ചേഞ്ച് ചേട്ടാ, ചേഞ്ച് സാറേ ഞാൻ കൊടുത്തോളാം.
ചേട്ടാ 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 വന്നേ വന്നേ ചേട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ചേട്ടൻ എന്തിനാ ചേട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഉണക്ക് ഫോൺ ചെയ്താൽ എടുത്തുടാ. എന്നിട്ട് എന്നോട് ഇപ്പോൾ എന്തിനാ അങ്ങോട്ട് വന്ന് നോക്കിയാ? എന്താ പ്രശ്നം അയ്യോ ആരാ ഞാൻ ഏട്ടനാ ഓനിക്ക് 10 ലക്ഷം റുപ്യ ഉണ്ട്. 10 ലക്ഷം റുപ്യോ? ഏട്ടൻ സത്യാണോടാ? ഇനി എന്തായാലും പോട്ടെ, ചേട്ടൻ്റെ പൈസ ഞാൻ തരാം. ചേട്ടൻ നാളെ ഓഫീസിലേക്ക് വാ. നാളെ ഞാൻ ഓഫീസിലേക്ക് വരൂ. ഏട്ടനാ ഞാൻ ഓഫീസിൽ ഉണ്ടാക്കണോ? ആ ശരി, ഓഫീസിലേക്ക് വാ. പോടാ. എന്താടാ നിനക്ക് പറ്റി? ഇത്രയും വലിയ കടക്കാരനായ എങ്ങനെയാ നീ? ചേട്ടാ ഞാൻ പെട്ടുപോയതാ ചേട്ടാ. ഞാൻ അന്ന് ചേട്ടനോട് ഞാൻ വാക്ക് പറഞ്ഞതിന് ശേഷം ഞാനൊരു വേറൊരു ബിസിനസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ എനിക്ക് തരുന്ന പൈസ മൊത്തം ഇരട്ടിച്ച് തരാൻ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളുടെ വാക്കിൽ മൊത്തം ഞാൻ വിശ്വസിച്ചു. അയാൾ ഫ്രോഡായിരുന്നു. അയാൾ എൻ്റെ പൈസ മൊത്തം അയാൾ തട്ടിയെടുത്തു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ ഞാൻ കള്ളനായി. ഇപ്പോൾ അവർക്കൊക്കെ ഞാനൊരു ശത്രുവാണ്. അവർക്കൊക്കെ ഞാൻ ഒരുപാട് ക്യാഷ് കൊടുക്കാനുണ്ട്. അതൊന്ന് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പലിശക്കാരൻ്റെ അടുത്ത് ഞാൻ പൈസ വാങ്ങിച്ചിട്ടുള്ളത്. ഞാനൊക്കെ പെട്ടുപോയതായിട്ടാ. എന്നാ നിനക്കിത് ആദ്യം വാ തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എൻ്റെ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ അന്ന് പറഞ്ഞു. നമ്മുടെ 3 വർഷമല്ലടാ പോയത്. മോനെ ഇതെന്തൊരു മറിമായോ? ഇവരൊന്ന് കടയിൽ പോയി വന്നപ്പോഴേക്കും ഒന്നായോ? എങ്കിൽ പിന്നെ വരെ കടയിൽ നേരത്തെ വിട്ടാ മതിയായിരുന്നു. 3 കൊല്ലം വെറുതെ പോയി. തീരാവുന്നതും ക്ഷമിക്കാവുന്നതുമായ പ്രശ്നങ്ങളും പിണക്കങ്ങളും മാത്രമായിരിക്കും ഓരോ സ്നേഹ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്നോർക്കുക, ഇത്തരം പിടിവാശികളിൽ നഷ്ടപ്പെടുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത കുറേ ദിവസങ്ങളും വർഷങ്ങളുമായിരിക്കും. എല്ലാ കുടുംബങ്ങൾക്കും സന്തോഷങ്ങളും